ദുരിതാശ്വാസത്തിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ പലയിടത്തായി എന്റെ പേരിലൊരു ക്യാമ്പയിൻ വന്നു. അത് CPM ഹാൻഡിലുകളിലാണ് ഉണ്ടായത്. ഞാൻ എന്നിട്ട് കംപ്ലൈന്റ് ചെയ്തു, DGPക്ക് എൻ്റെ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തു. ഞങ്ങളാരും അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ 2018 പ്രളയമാണ്. അപ്പൊ കുറെ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം. ഒറ്റ കാര്യം ചെയ്താൽ മതി, മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി, ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കണ തുക അത് പ്രത്യേക അക്കൗണ്ടായിരിക്കും. അതിനൊരു കണക്കുണ്ടാവും. അതിൽ എത്ര രൂപ ഏതെല്ലാം ഐറ്റത്തിന് ചെലവാക്കി, എത്ര രൂപ കിട്ടിയെന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഒരു ഇത് പറഞ്ഞാൽ മതി. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ എന്തോരം പേരാണ് രമേശ് ചെന്നിത്തല, VM സുധീരൻ അടക്കമുള്ള എത്ര ആളുകളാണ് ഇന്നലെ തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല ചെയ്തിരുന്നത്. പക്ഷെ ആളുകൾ പറയാനുള്ള, അവരെ അറസ്റ്റ് ചെയ്യല്ലാണ്ട് അവരത് പറയാനൊരു കാരണമുണ്ട് പഴയത്. അപ്പൊ അത് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. ഗവൺമെന്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയാൽ മതി. പേടിക്കണ്ട, ഇതൊരു സെപ്പറേറ്റ് അക്കൗണ്ടാണ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഇത് വരും. അപ്പൊ അതിൽ കുറെ കൂടെ പൈസയും കിട്ടും. അല്ല, ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് UDF പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കാനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതല്ല, അതിന്റെ 1000 ഇരട്ടി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. ഒരു പ്രശ്നമല്ല. എന്തുവേണമെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞു.